അപ്പോൾ ഇന്ന് നമുക്ക് മക്രോണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം ഉള്ളിയും തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്തു. ഇത് എൻ്റെ സ്റ്റൈലിലുള്ള മക്രോണിയാണ്. പിന്നെ മക്രോണി ഒന്ന് കഴുകിയതിന് ശേഷം അത് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചേ. നമുക്കൊരു 10 മിനിറ്റൊക്കെ വേവിക്കാൻ വെക്കാം. എന്നിട്ട് അത് മക്രോണിക്ക് വെന്ത് വന്നതിന് ശേഷം അത് ഊറ്റിയെടുക്കാം. അതിന് നമുക്ക് മസാല ഉണ്ടാക്കാം. ആദ്യം ഞാൻ മുട ചിക്കനാണ് ചെയ്തത്. 2 എഗ്ഗ് എടുത്താണ്ട് ഞാൻ അതിട്ട് ചിക്കിട്ടോ. അത് കഴിഞ്ഞിട്ട് മുടായി വന്നതിന് ശേഷം അതേ പാനിലേക്ക് നമ്മൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഉള്ളിലിട്ട് വഴറ്റിയെടുക്കാവേ. ഉള്ളി വരുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതാക്കിയാൽ പെട്ടെന്ന് വഴറ്റി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി അതിനെ വഴറ്റിയെടുക്കാം. അത് വഴന്ന് വന്നാൽ ഇനി അതിലേക്ക് മസാലകൾ ചേർക്കാം. ആദ്യം മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി വേണമെങ്കിൽ ഇടാം, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലകളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നാൽ നമ്മൾ ചിക്കി വെച്ച മുട അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ച മക്രോണിയും കൂടി ഇട്ട് കൊടുക്കാം. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.